ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലേച്ചീന മൈസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ നൈനിറ്റാളിൽ പോകുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കിച്ചണിലെ ഐറ്റംസ് ആണ് കേട്ടോ പക്ഷേ മേടിക്കുന്നത്. 2-3 പ്രാവശ്യമായിട്ടൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഇതിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് വാങ്ങിക്കേണ്ട സാധന ലിസ്റ്റൊക്കെ. സോ ആദ്യമായിട്ട് നമ്മൾ പോകുമ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. നാട്ടിലാകുമ്പോൾ നല്ല സേഫ് അല്ലേ, നല്ല പുറത്തെ സാധനത്തെക്കാട്ടി നമുക്ക് നാട്ടിലാണ് നമുക്കും കൂടുതൽ കൺവീനിയൻറ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. A to Z സാധനങ്ങൾ, അടുക്കള വരെ ഉപ്പ് തൊട്ട് മുളക് വരെയുള്ള ഐറ്റംസുകൾ. അപ്പോൾ കുറേ സാധനങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കുറേ ഐറ്റംസുകളാണ് ഇപ്പം നമ്മൾ മേടിക്കുന്നത്. അതിൽ മുളക് ഐറ്റംസ് അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിപ്പിക്കുന്നു. അല്ലാത്ത കടൂലുപ അങ്ങനെയൊക്കെ പാക്കറ്റ് കിട്ടത്തില്ല, അത് ഐറ്റംസുകളാണ് നമ്മളിപ്പോൾ വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്ഥിരം വീട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പ് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, പർച്ചേസ് ചെയ്യാം. ഞാൻ ഉച്ചയായിട്ടാണ് പോയിരുന്നത്. ഇന്ന് കുറച്ച് ബിസി ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാം സെറ്റാക്കി എടുക്കണം. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് എത്തി കേട്ടോ. സൂര്യ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്തായാലും പുനലൂരിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പം ഇച്ചാൻ്റെ പപ്പയും അമ്മയൊക്കെ എപ്പോഴും സാധനം മേടിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹോൾ പർച്ചേസൊക്കെ ഇങ്ങനെ വീട്ടു സാധനങ്ങളായിട്ടൊക്കെ ഞങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞ കടയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റേറ്റിനും വ്യത്യാസമൊക്കെ ഉണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞു. അപ്പം തന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നു. പിന്നെ ഞാൻ ഓണത്തിൻ്റെക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനതെല്ലാം നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്ക് എന്താ ഇവിടെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഫുൾ സെറ്റാവാൻ തന്നെ പറ്റി. കായപ്പൊടി NS ഉണ്ട്. ബിരിയാണിയുടെ മസാല ഇങ്ങനെ മതിയായിരിക്കും അല്ലേ. മസാല കൂട്ടി ഇത് മതി. എല്ലാം ഓരോന്നും എടുക്കാം. ഇതെന്തെങ്കിലും എടുക്കാം. വറ്റൽമുളക് ചെറുതായിട്ടുള്ള അത് വെളുത്തുള്ളിയും കൂടെ. വെളുത്തുള്ളി 22, പഞ്ചസാര 91. ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഓരോ സാധനങ്ങൾ എത്ര പേഷ്യൻസോടെ വേണമെങ്കിലും നമുക്ക് എടുത്തു തരും. മാത്രമല്ല സാധനങ്ങൾ അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതേ രീതിയിലാണ് എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് കുറേ ഡൗട്ട്സ് കാര്യങ്ങളും നല്ലത് ഏതാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ചോദിക്കുമ്പോൾ അത് പറഞ്ഞു തരും. ഒരു 10-15 മിനിറ്റുള്ളിൽ തന്നെ നമ്മുടെ പർച്ചേസിങ് ഷോപ്പിംഗ് ഒക്കെ എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലിസ്റ്റ് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. പെട്ടെന്ന് എടുക്കുക തന്നെയായിരുന്നു. ഫൈനലി ഞാൻ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് കിടക്കുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഷോർട്ടായിട്ട് ഞാൻ കാണിച്ചതൊക്കെ അങ്ങ് പെട്ടെന്ന് വീഡിയോ എടുക്കുമായിരുന്നു. ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരു 2 പെട്ടിയിൽ ആക്കുന്നതിലും കുറച്ച് വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. അരി സംഭവങ്ങളൊക്കെ നാട്ടിലത്തെ മട്ടയരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ കാണിക്കാം. കുട്ടി വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നൈനിറ്റാളിലേക്ക് പോകുന്ന വിശേഷങ്ങളായിട്ടാണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്. കുറേ വീഡിയോസ് എൻ്റെ പരിചയപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടേതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അഖിലേച്ചീന മൈസ്റ്റ്.